പഹൽഗാം കൂട്ടക്കൊല കഴിഞ്ഞ് കൃത്യം 15-ാം ദിവസമാണ്. അതായത് മെയ് 7-ാം തീയതി പുലരുവാൻ 7:30 രാവുള്ളപ്പോഴാണ് ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയും ഒരുമിച്ച് നടത്തിയ ഒരു ഓപ്പറേഷൻ പാകിസ്ഥാൻ്റെ അകത്തും പാക് അധിനിവേശ കാശ്മീരിലുമുള്ള ചില ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു. ആക്രമണം ഗംഭീരമായിരുന്നു. അതിൽ കൊല്ലപ്പെട്ടവരെല്ലാവരും തീവ്രവാദികൾ തന്നെയാണോ എന്ന കാര്യത്തിൽ സംശയവും. ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ പിന്നീട് സേന പങ്കുവച്ചു. ആ ജോലിയാണ് ഈ വ്യോമിക സിംഗും അതുപോലെ സോഫിയ ഖുറേഷിയും ചേർന്ന് നടത്തിയത്. അപ്പോൾ അതിനുശേഷം ഇന്ത്യ തിരിച്ചടിച്ചോ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പാകിസ്ഥാൻ്റെ പ്രത്യാക്രമണത്തിൽ ഇന്ത്യയുടെ 1-2 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി. നമ്മുടെ സംവിധാനം ഉപയോഗിച്ച് അതിനെല്ലാം തടഞ്ഞു, നിർവീര്യമാക്കി എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. മെയ് 10-ാം തീയതി പുലർച്ചെ അല്ലെങ്കിൽ പാതിരാത്രിക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ്റെ വ്യോമസേനാ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ആ നൂർഖാൻ എയർ ബേസും മറ്റ് തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തുവിട്ടു. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർന്നോട്ടെ. ഇന്ത്യ ആക്രമിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണം, അല്ലെങ്കിൽ തെളിവ് വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ചില നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ചില മാധ്യമ പ്രവർത്തകരുമുണ്ട്. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും. പാകിസ്ഥാൻ്റെ എയർ ബേസുകൾ ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ തകരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ആക്രമിക്കുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളും ആക്രമിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ വരെ നമുക്ക് ലഭ്യമാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫും ഇക്കാര്യം സമ്മതിച്ചു. അദ്ദേഹം പുലർച്ചെ നീന്തൽക്കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സൈനിക മേധാവി ഫോണിൽ വിളിച്ച് നമ്മുടെ വ്യോമസേനാ കേന്ദ്രങ്ങളിൽ ഇന്ത്യക്കാർ ആക്രമണം നടത്തി എന്ന് ഇവർ അറിയിച്ചു. ഇക്കഴിഞ്ഞ ദിവസം അസർബൈജാനിൽ സന്ദർശനം നടത്തുമ്പോഴും അദ്ദേഹം ഇക്കാര്യം ഏറ്റുപറഞ്ഞു. മെയ് 10-ാം തീയതി പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ റെഡിയായിട്ടിരിക്കുകയായിരുന്നു. മിസൈലൊക്കെ ഒരുക്കി ഉന്നം പിടിച്ചിരിക്കുമ്പോഴാണ് അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ ആക്രമണം അങ്ങോട്ടും ഉണ്ടായത്. അതിൽ നമ്മുടെ നടുവൊടിഞ്ഞു പോയി എന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിക്കൊരു സംശയമില്ല. സൈനിക മേധാവി അവിടെയുണ്ട്, അദ്ദേഹത്തിന് സംശയമില്ല. ഇത്ര വലിയ സൈനിക പരാജയം നേരിട്ടുകൊണ്ടാണ് ആ മൂപ്പിലാനെ നമ്മൾ ഫെയിൽഡ് മാർഷലായിട്ട് പ്രൊമോട്ട് ചെയ്തത് എന്ന് പുള്ളി പറഞ്ഞില്ല. എങ്കിലും അത് പറയാതെ തന്നെ വ്യക്തമാണ്. സാധാരണ യുദ്ധത്തിൽ ജയിക്കുമ്പോഴാണ് ഈ ജനറൽമാരെ ഫീൽഡ് മാർഷലായിട്ട് ഉയർത്തുക. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി മാനേക്ഷായെ ഫീൽഡ് മാർഷലാക്കിയത്. അല്ലെങ്കിൽ തോറ്റ ആളെ ഫീൽഡ് മാർഷലാക്കിയ ചരിത്രമില്ല. അങ്ങനെയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെ ചൈനയുമായിട്ട് യുദ്ധം ചെയ്ത് തോറ്റ അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള ജനറൽ താപ്പറിനെ ഫീൽഡ് മാർഷലാക്കാൻ, ജനറൽ താപ്പറിന് കുറച്ചുകൂടി തൊലിക്കെട്ടി ഉണ്ടായിരുന്നുണ്ട്. ആ പുള്ളി ജോലി രാജിവെച്ച് വീട്ടിൽ പോവുകയാണ് ചെയ്തത്. പുള്ളി പിന്നെ സൈന്യത്തിൽ കടിച്ചു തൂങ്ങി കിടന്നില്ല. അത്രയ്ക്കുള്ള മര്യാദ പുള്ളിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് പാകിസ്ഥാനിലെ കാര്യങ്ങളൊക്കെ കുറച്ച് വിചിത്രമായിട്ടാണ് നടക്കുന്നത്. യുദ്ധം തോക്കുമ്പോൾ സ്ഥാനക്കയറ്റം നൽകും. അങ്ങനെ മുനീർ അടക്കമുള്ള ആളുകളെ ഇരുത്തിക്കൊണ്ട് പാകിസ്ഥാൻ്റെ അപൂർവ സുഹൃത്ത് രാജ്യങ്ങളിൽ ഒന്നായ അസർബൈജാനിൽ വെച്ചാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഈ കാര്യം പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം അംഗീകരിക്കാത്ത നമ്മുടെ നാട്ടിലെ ഏക വ്യക്തി എന്ന് പറഞ്ഞുകൂടാ, ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. വലിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്. എ.ഒ. ഹ്യൂം സ്ഥാപിച്ചതാണ്. പിന്നീട് എത്ര മഹാന്മാർ, ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ, മഹാത്മാഗാന്ധി, ലാലാ ലജപത് റായ്, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ ദേശാഭിമാനികൾ നയിച്ച പാർട്ടിയാണ്, പ്രസ്ഥാനമാണ്. ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ ചില നേതാക്കന്മാർ, അതിൽ തന്നെ പരമോന്നത നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അത് വിശ്വസിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ വമ്പിച്ച പരാജയമായിരുന്നു എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹം നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടമായി. ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാന് മുൻകൂട്ടി അറിയിച്ചിട്ടല്ലേ ആക്രമണം നടത്തിയത്. അതിൻ്റെ ഫലം എന്തായിരുന്നു? എത്ര സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു, എത്ര വെടിയുണ്ട പാഴായി, എത്ര പാറ്റൻ ടാങ്കിന് കേടുപറ്റിയെന്നൊക്കെയാണ് പുള്ളി വിവരാവകാശ നിയമം അനുസരിച്ച് ദിവസം തോറും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു, അദ്ദേഹത്തിന് മിക്കവാറും പാകിസ്ഥാൻ്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ-എ പാകിസ്ഥാൻ അഥവാ പാകിസ്ഥാൻ്റെ പ്രതീകം എന്ന പദവി നൽകാൻ സാധ്യതയുണ്ട് എന്ന്. അത് പാകിസ്ഥാൻകാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും കൊടുക്കും. അദ്ദേഹത്തിന് പിന്നെ ബുദ്ധി കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമുക്ക് വിചാരിക്കാം. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ബാലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോഴും പുള്ളി ഇതുപോലുള്ള സംശയങ്ങൾ ചോദിച്ചു. അന്നാണ് പുള്ളി ആദ്യമായിട്ട് തെളിവ് ചോദിച്ചത്. ഇത്തവണ പുള്ളി ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ സൈന്യം തെളിവ് കൊടുത്തു. പക്ഷേ തെളിവ് കിട്ടിയാലും പുള്ളി വിശ്വസിക്കില്ല. പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി പറഞ്ഞാലും പുള്ളി വിശ്വസിക്കില്ല. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞാലും മൂപ്പിലാന് വിശ്വാസമില്ല. അത് പോട്ടെ എന്ന് വയ്ക്കാം. പുള്ളിക്ക് പൊതുവെ അങ്ങനെ സംശയരോഗമുള്ള ആളാണ്.
ഈ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് മല്ലികാർജുൻ ഖാർഗെ എന്നാണ്. ഒരുപാട് കാലം പാർലമെൻറ്റ് അംഗമായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, മറ്റ് പല പദവികളും വഹിച്ചിട്ടുള്ളതാണ്. കർണാടക രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പുള്ളി ഇപ്പോഴും പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ വെറും തട്ടിക്കൂട്ട് പ്രസ്ഥാനമായിരുന്നു. യഥാർത്ഥത്തിൽ അത് വലിയ പരാജയമായിരുന്നു. ഇന്ത്യൻ സൈന്യം തലകുനിച്ചതാണ്. ഇന്ത്യ ഗവൺമെൻറ് വമ്പിച്ച പരാജയമാണ് നേരിട്ടത് എന്ന് നമ്മളിപ്പോഴും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരാണ്? ഈ മല്ലികാർജുൻ ഖാർഗെയാണ്. അതേസമയത്ത് കോൺഗ്രസിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും അത് ബോധ്യമായിട്ടില്ല. ഇന്ത്യക്ക് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് വിദേശത്ത് പോയി സംസാരിക്കുന്ന ഒരാൾ ശശി തരൂരാണ്, മറ്റൊരാൾ സൽമാൻ ഖുർഷീദാണ്. പിന്നെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, മറ്റ് പാർട്ടികളുടെ പ്രതികളും പോയിട്ടുണ്ട്. നമ്മുടെ ഹൈദരാബാദിലെ മജ്ലിസിൻ്റെ നേതാവ് അസദുദ്ദീൻ ഒവൈസി പാകിസ്ഥാനെ നിശ്ചിതമായി വിമർശിക്കുകയും പാകിസ്ഥാന് പറ്റിയ വിഡിതങ്ങൾ അവർ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടത്തുന്ന ഈ അനഭിലഷണീയമായിട്ടുള്ള പ്രചരണത്തെയൊക്കെ പൊളിച്ചടുക്കുന്ന കാഴ്ച നമ്മളൊക്കെ ടി വിയിൽ കണ്ടു കഴിഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ബോധ്യമായിട്ടില്ല, ഖാർഗെക്ക് ബോധ്യമായിട്ടില്ല. രാഹുലിന് ബോധ്യമാകാത്തതുകൊണ്ടാണ് ഖാർഗെക്ക് ബോധ്യമാകാത്തത്. കാരണം തമ്പുരാൻ പറഞ്ഞതിന് എതിര് പറഞ്ഞാൽ പുള്ളിയുടെ പണി പോകും. അവിടെ കുടുംബവാഴ്ചയാണ്. കൊട്ടാരത്തിൽ ചെന്ന് മുഖം കാണിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ആവർത്തിക്കുന്ന പണിയേ ഉള്ളൂ ഖാർഗെക്ക്. പക്ഷേ ഈ പാർട്ടിയുടെ പേര് അധികം വൈകാതെ ആളുകൾ പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് ആക്കുക. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിനുള്ള അർഹത അവർ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അവർക്കിപ്പോഴും പാകിസ്ഥാനോട് താല്പര്യം. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്ക് ഇല്ലാത്ത അവകാശവാദമാണ്, പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് ഇല്ലാത്ത അവകാശവാദമാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ആ പേര് ഉപയോഗിക്കാനുള്ള അർഹത പോലും അവർ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് അവർ ഈ ആവർത്തിച്ച് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ഇവരെക്കുറിച്ചൊക്കെ. അതുകൊണ്ടാണ് ഇവർ ഇത്ര കൊല്ലമായിട്ട് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുന്നത്. ഇനിയും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും എന്ന് അവർ ഓരോ പ്രവൃത്തിയോട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ ആളുകൾ കല്ലെടുത്തെറിയുന്ന കാലം അധികം വിദൂരമല്ല. രാഹുൽ ഗാന്ധിക്ക് വിവരമില്ല, ബുദ്ധിയില്ല എന്ന് പണ്ടേ ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും ആരെങ്കിലും അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി വേറെ ആരെങ്കിലും കയറ്റി ഇരുത്തിയില്ലെങ്കിൽ ഈ പാർട്ടിയുടെ കാര്യം വലിയ കഷ്ടത്തിലാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പടച്ചോൻ രക്ഷിക്കട്ടെ. അല്ലെങ്കിൽ പാർട്ടിയുടെ പേര് പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് ബ്രാക്കറ്റിൽ രാഹുൽ എന്നാക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.